കീമിൽ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം അംഗീകരിക്കാതെ സുപ്രീം കോടതി. അപ്പീൽ നൽകില്ലെന്ന് സംസ്ഥാന സർക്കാർ കോടതി അറിയിച്ചു. 4 ആഴ്ചയ്ക്കകം സർക്കാരിനോട് വിശദീകരണം നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളുടെ പ്രവേശനവും സമയവുമായി ബന്ധപ്പെട്ട സമയപരിധി പരിഗണിച്ചാണ് അപ്പീൽ നൽകാത്തതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. AICTEയുടെ ടൈം ഫ്രെയിമിനകത്ത് അഡ്മിഷൻ നടത്തണമെന്ന കാരണം കൊണ്ടാണ് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ ഗവൺമെൻറ് തയ്യാറാകാഞ്ഞത്. AICTEയുടെ സമയക്രമത്തിൽ ഇളവ് അനുവദിക്കുകയാണെങ്കിൽ, അതായത് സമയം നീട്ടി ലഭ്യമാവുകയാണെങ്കിൽ അപ്പീൽ നൽകാൻ ഗവൺമെൻറ്റിന് വിരോധമില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഹാൻസ് ജോൺ ചേരുന്നു. ഹാൻസ്, എന്താണെങ്കിലും കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് ഒരു സ്റ്റേ ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുമായി മുൻപോട്ടേക്ക് പോകുന്ന സാഹചര്യം തന്നെ ഉണ്ടാകുന്നു. ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള അലോട്ട്മെന്റ് സാധ്യതകൾ, അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മാത്രമല്ല, ഇന്നിക്കാര്യത്തിൽ കോടതിയിൽ സംഭവിച്ച കാര്യങ്ങൾ കൂടി. സംഗീത, ഈ കീം പ്രവേശന പരീക്ഷ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ചയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുന്നത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സിലബസിലെ 15 വിദ്യാർത്ഥികളാണ് സുപ്രീം കോടതിയെ സമീപിക്കുകയും അവിടെ ഹർജി സമർപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ പ്രധാനമായും പറഞ്ഞിരുന്നത് സർക്കാരുടെ തീരുമാനം നയപരമാണ്, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ തീരുമാനം ശരിയായി ഈ 15 നേരിട്ടിരിക്കുന്നത്. സുപ്രീം കോടതി വിധി പ്രകാരം ഈ റാങ്ക് പട്ടിക റദ്ദാക്കാൻ ഇതുവരെ സുപ്രീം കോടതി തയ്യാറായില്ല. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 4 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാനുമാണ് സുപ്രീം കോടതി നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ തുടക്കം തന്നെ തങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു പട്ടിക ജൂലൈ 1 ഒരു റാങ്ക് പട്ടിക സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് CBSE വിദ്യാർത്ഥികൾ ഹൈക്കോടതിയെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയും ഡിവിഷൻ ബെഞ്ച് ഈ പുതുക്കിയ പട്ടിക ആദ്യം ജൂലൈ 1 ഒരു പട്ടിക പ്രസിദ്ധീകരിക്കുന്നു. പിന്നീട് ഇതിൽ CBSE വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നേരിടുന്നു. ഇതിനെ തുടർന്ന് CBSE വിദ്യാർത്ഥികൾ കോടതിയിൽ പോവുകയും കോടതി ഈ പട്ടിക റദ്ദാക്കുകയും ചെയ്തു. അതിനുശേഷം പുതുക്കിയ പട്ടിക ഒന്നുകൂടെ പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഈ പുതുക്കിയ പട്ടികയിലാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തിരിച്ചടി നേരുകയും ഈ പുതുക്കിയ പട്ടിക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുകയും ചെയ്തു. പിന്നീടാണ് കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് തന്നെയാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി സംസ്ഥാന സർക്കാർ ഈ വിധിയുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഇനി അപ്പീൽ സമർപ്പിക്കാനില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പ്രധാനമായും ഓഗസ്റ്റ് 14 ഈ അഡ്മിഷൻ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കണം. ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നൽകിയിരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 14 അതുകൊണ്ട് തന്നെ ഈ സമയപരിധി നിലനിൽക്കുന്നതിനാൽ സുപ്രീം കോടതിയിൽ ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പീലിന് പോകാനില്ല എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രവേശന നടപടികൾ സമയം നീട്ടി നൽകുകയാണെങ്കിൽ മാത്രം അപ്പീലിന് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ എഞ്ചിനീയറിംഗ് ഓപ്ഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവേശന നടപടികൾ 2 ദിവസത്തേക്ക് കൂടി പ്രവേശന പരീക്ഷാ കാര്യാലയം നീട്ടിവെച്ചിട്ടുണ്ട്. 18-ാം തീയതി 4 മണിക്കുള്ളിൽ ഈ പ്രവേശന നടപടികളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ കഴിയും. സംഗീത. ശരി ഹാൻസ്.